Hi friends, it's me Divya. എല്ലാവർക്കും ദിവ്യാസ് മിറക്കിൾ വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ്. ഇതിലേക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. 4 ചെറിയ തക്കാളി, 3 സവോള, 2 പച്ചമുളക്, 1 തൊണ്ടൻമുളക്, മല്ലിയില, കറിവേപ്പില. ഇത്രയാണ് വെജിറ്റബിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, ടൊമാറ്റോ സോസ്, കടുക്, കോക്കനട്ട് ഓയിൽ. ഇത്രയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്കായിട്ടുള്ള വെജിറ്റബിൾ നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എപ്പോഴും വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ റൗണ്ട് ആയിട്ട് വേണം കട്ട് ചെയ്യേണ്ടത്. റൗണ്ടായി അരിയുന്നത് കാരണം നമ്മുടെ സവോള പെട്ടെന്ന് വഴണ്ട് പോകാതെ നിലനിർത്താനായിട്ട് കഴിയുന്നു നമുക്ക്. അതുകൊണ്ട് നമ്മളിങ്ങനെ റൗണ്ടായിട്ട് തന്നെ തക്കാളിയും അരിഞ്ഞിടേണ്ടതാണ്. അടുത്ത തക്കാളിയും അതുപോലെ തന്നെ റൗണ്ടായിട്ട് വേണം അരിഞ്ഞെടുക്കേണ്ടത്. ഇത് പെട്ടെന്ന് തന്നെ വഴറ്റുമ്പോൾ അലുത്തു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി തൊണ്ടൻമുളകാണ്, അതും റൗണ്ടായി തന്നെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. പച്ചമുളക്, അതും റൗണ്ടായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ടൊമാറ്റോ, പച്ചമുളക് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ആക്കുക. അതിനുശേഷം നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിലേക്ക് ഒഴിക്കാനുള്ളത്. ഓയിലൊന്ന് ചൂടാകാനായിട്ടുള്ള സമയമാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിനെ കടുക് താളിക്കുമ്പോൾ വറ്റൽമുളക് ഇടേണ്ട ആവശ്യമില്ല. കടുകും കറിവേപ്പിലയും മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അതാണ് ഇതിനെ കടുക് താളിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്കായി കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്നതിനനുസരിച്ച് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അത് കളർ ചേഞ്ച് ചെയ്ത് കറുത്ത കളറിലോട്ട് പോകും. അതുകൊണ്ട് ആ പച്ച കളർ നിലനിർത്താനായി നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ കടുക് പൊട്ടുന്നത് ശ്രദ്ധിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്കായിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അതിലേക്കായി ഈ പച്ചമുളകും ഒപ്പം ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റുക. തീ ഒന്ന് കൂട്ടുകയാണ്. ഇതിൻ്റെ കളർ മാറി വരുന്നത് ശ്രദ്ധിക്കുക. ഇത് അധികം അങ്ങ് വഴണ്ടു പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇത് ചെയ്താൽ മതി. തീ ഒന്ന് കുറയ്ക്കുകയാണ്. ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ കളർ ചേഞ്ചായി വരുന്നുണ്ട്. അടുത്തതായി ശകലം ഉപ്പ് ആഡ് ചെയ്യുക. ഇനി അടുത്തതായി നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം ഇടവിടാതെ തന്നെ നമ്മൾ അതിനെ വഴറ്റിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് വഴറ്റേണ്ട, നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വഴറ്റിയാൽ മതി. ഇത് പേസ്റ്റായിട്ടുള്ള രൂപത്തിലോട്ട് മാറേണ്ടതല്ല. അത് കാരണം കുറച്ച് ചവയ്ക്കാനായിട്ട് അതിനകത്ത് കഷ്ണങ്ങളുണ്ടായിരിക്കണം. ഇത് കുറച്ച് വഴറ്റിയതിന് ശേഷം 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് ആ ടേസ്റ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ആ ചില്ലിയുടെ പച്ചമണം ഒന്ന് പോയതിന് ശേഷമാണ് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കായി 1/2
കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ഒഴിക്കാവുന്നതാണ്. നമ്മൾ എടുക്കുന്ന തക്കാളിയുടെയും സവാളയുടെയും അളവനുസരിച്ചിട്ട്. ഞാനിവിടെ എടുക്കുന്നതനുസരിച്ചിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. കാര്യം ഇതൊരു സൈഡ് ഡിഷാണ്, ഒത്തിരി വെള്ളമായിട്ട് ഇരിക്കുന്ന ഡിഷല്ല. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ്. അടുത്തതായി കുറച്ച് നേരത്തെ എടുത്ത് വച്ചിട്ടുള്ള മല്ലിയില ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇടുക. ആ മല്ലിയുടെ വഴറ്റിയെടുക്കുമ്പോൾ ഒരു മണം ഈ കറിക്ക് പ്രത്യേകിച്ചും ഉണ്ടാകും. നേരത്തെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്, ഇപ്പോൾ ഒരു 1/2 കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം, പ്രശ്നമില്ല. ഞാനിവിടെ എടുത്തതിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് ഉപ്പ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിതിനെ ഒരു ഡിഷിലോട്ട് മാറ്റി സെർവ് ചെയ്യുന്നു. എന്താ മണം! നല്ല മണമായിട്ടുള്ള രുചികരമായിട്ടുള്ള നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. എരിവൊന്നും അറിയുന്നതേ ഇല്ല നമ്മുടെ ടൊമാറ്റോ സോസ് ഉള്ളത് കാരണം. നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തോന്നും. കൊച്ചു പിള്ളേർക്ക് വരെ ഇത് കൊടുക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. അഥവാ നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.